ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിക്കിയോക്സ് മലയാളം. ഇതാണ് കഴിഞ്ഞ 2 ദിവസമായി ഇന്റർനെറ്റിൽ തരംഗമായ ആ 18-കാരന്റെ ചിത്രം. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ ശ്രമിക്കാതെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവനെ വില്ലനായി ചിത്രീകരിച്ചത്. ഇങ്ങനൊരു മകൻ ആർക്കും ഉണ്ടാകരുത് എന്ന് കമന്റ് ബോക്സിൽ ശാപവാക്കുകൾ എഴുതിയവരുണ്ട്. ഇവനെ പോലുള്ളവർ ജനിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് വീഡിയോകൾ വരെ ചെയ്തു കൂട്ടിയവരുണ്ട്. എന്നാൽ സത്യം ഇതിൽ നിന്നെല്ലാം വളരെ ദൂരെയാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തത് മാത്രമല്ല, ഒരൊറ്റ ദിവസം കൊണ്ട് സ്വന്തം കുടുംബത്തിലെ 3 പേരെ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന്റെ ആഴത്തിലുള്ള മുറിവുകളിൽ വിരലിട്ടതുമായ ഒരു വ്യാജ പ്രചാരണം മാത്രമായിരുന്നു അത്. കാര്യമറിയാതെ ആളുകൾ വിധി പ്രസ്താവിച്ചു. ചിലർ അവനെ സ്വാർത്ഥനെന്ന് വിളിച്ചു, മറ്റു ചിലർ കൊലപാതകി എന്ന് മുദ്രകുത്തി. ഒരൊറ്റ ഐഫോണിന് വേണ്ടി സ്വന്തം മാതാപിതാക്കളുടെ ജീവനെടുത്ത മകൻ എന്ന് വരെ ചിലർ കഥ മെനഞ്ഞു. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ പുറത്തു വന്ന സത്യം ഈ കേസിന്റെ ദിശ തന്നെ പൂർണ്ണമായി മാറ്റിമറിച്ചു. എന്തായിരുന്നു ആ സത്യം? എന്തുകൊണ്ടാണ് ഐഫോണിന്റെ പേരിലുള്ള ആ വ്യാജ കഥ ഇത്രയധികം പ്രചരിച്ചത്? ഛത്രപതി സംഭാജി നഗറിലെ ആ ദാരുണ സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. സോഷ്യൽ മീഡിയയിൽ ജനങ്ങളെ മുഴുവനും ചൊടിപ്പിച്ച ആ വീഡിയോയിൽ നിന്നല്ല ഈ കഥയുടെ തുടക്കം. ഏകദേശം 22 വർഷങ്ങൾക്ക് മുൻപ് മുരളീധറും സംഗീതയും തമ്മിൽ കണ്ടുമുട്ടിയ ആ നിമിഷത്തിലാണ് ഈ കഥ തുടങ്ങിയത്. അന്ന് ആരും കരുതിയിരുന്നില്ല അവരുടെ പ്രണയം പിൽക്കാലത്ത് മഹാരാഷ്ട്രയാകെ ഉലച്ച ഏറ്റവും ദാരുണമായ ഒരു കുടുംബ ദുരന്തമായി മാറുമെന്ന്. മഹാരാഷ്ട്രയിലെ ജൽന ജില്ലക്കാരനായിരുന്നു മുരളീധർ. ഒരു ലോറി ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ ദിവസങ്ങളോളം, ചിലപ്പോൾ മാസങ്ങളോളം അദ്ദേഹത്തിന് വീട് വിട്ട് മാറി നിൽക്കേണ്ടി വന്നിരുന്നു. മറുവശത്ത് കുടുംബത്തിനും ബന്ധങ്ങൾക്കും ഏറെ വില കൽപ്പിച്ചിരുന്ന ഒരു സാധാരണ പശ്ചാത്തലത്തിൽ നിന്നുള്ള പെൺകുട്ടിയായിരുന്നു സംഗീത. അവർ കണ്ടുമുട്ടി, സംസാരിച്ചു. ആ സൗഹൃദം പതുക്കെ പ്രണയത്തിലേക്കും വഴിമാറി. ഒടുവിൽ ഒന്നിച്ച് ജീവിക്കാനും തീരുമാനിച്ചു. എന്നാൽ ആ തീരുമാനം അവരുടെ ജീവിതത്തിന്റെ വലിയൊരു വഴിത്തിരിവായി മാറി. കുടുംബങ്ങളുടെ എതിർപ്പ് മറികടന്നായിരുന്നു ആ വിവാഹം. മുരളീധരന്റെ മാതാപിതാക്കളും സഹോദരിയും ഈ ബന്ധത്തെ ശക്തമായി എതിർത്തു. എതിർപ്പ് എത്രത്തോളമായിരുന്നുവെന്നാൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് ആരും തന്നെ ആ വിവാഹത്തിൽ പങ്കെടുത്തില്ല. വിവാഹശേഷം മുരളീധർ ഒരു നിർണായക തീരുമാനമെടുത്തു. സ്വന്തം വീട്ടുകാരുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് ജൽന വിട്ട് അവർ ഛത്രപതി സംഭാജി നഗറിലേക്ക് മാറി. അവിടെ പുതിയൊരു ജീവിതം തുടങ്ങി. പഴയതെല്ലാം മറന്ന് സമാധാനപരമായ ഒരു ഭാവി അവർ സ്വപ്നം കണ്ടു. ആദ്യമൊക്കെ കാര്യങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോയത്. കാലക്രമേണ ആ കൊച്ചു കുടുംബത്തിലേക്ക് പുതിയ അംഗങ്ങളെത്തി. മൂത്ത മകൻ കപിൽ, പിന്നീട് രണ്ടാമത്തെ മകൻ കുനാൽ. 2 മക്കളുമായി സന്തോഷത്തോടെ കഴിയുന്നതിനിടയിലാണ് വിധി കരിനിഴൽ വീഴ്ത്തിയത്. മൂത്ത മകൻ കപിലിന് വെറും 10 വയസ്സുള്ളപ്പോൾ ഒരു ഗുരുതരമായ രോഗമെന്ന് അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ വേർപാട് ആ കുടുംബത്തെ ആകെ തകർത്തു കളഞ്ഞു. കപിലിന്റെ വേർപാടിന് ശേഷം കുനാൽ മാത്രമായിരുന്നു സംഗീതയുടെയും മുരളീധരന്റെയും ഒരേ ഒരു ആശ്വാസം. എന്നാൽ കപിലിന്റെ മരണം ആ വീടിന്റെ സന്തോഷങ്ങളെല്ലാം എന്നേക്കുമായി കൊണ്ടുപോയി. പുറമെ എല്ലാം ശാന്തമായിരുന്നെങ്കിലും ഉള്ളിൽ ഓരോരുത്തരും തങ്ങളുടേതായ സങ്കടങ്ങളിൽ തനിച്ചായിരുന്നു. കപിലിന്റെ മരണം മുരളീധരനെ മാനസികമായി തളർത്തി. സ്വന്തം സങ്കടങ്ങൾ ആരോടും പങ്കുവയ്ക്കാതെ അദ്ദേഹം ജോലിയിൽ കൂടുതൽ മുഴുകി. ദീർഘദൂര സർവീസുകൾ ഏറ്റെടുത്ത് ദിവസങ്ങളോളം വീടിന് പുറത്ത് തന്നെ കഴിച്ചുകൂട്ടി. വീടിന്റെ നിശബ്ദത നൽകുന്ന വേദനയിൽ നിന്ന് ഓടി ഒളിക്കാനായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം യാത്രകളെ അഭയം പ്രാപിച്ചത്. എന്നാൽ വീട്ടിൽ സംഗീത തികച്ചും ഒറ്റയ്ക്കായി. ഭർത്താവ് ഒപ്പമില്ലാത്തത് കൊണ്ട് കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ആ അമ്മയുടെ തോളിലായി. കുനാലിന്റെ പഠനവും കാര്യങ്ങളും എല്ലാം സംഗീത തനിയെ നോക്കി നടത്തി. ആ സാഹചര്യമാണ് ആ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കിയത്. അവർ ഒന്നിച്ചിരുന്ന് ചായ കുടിക്കുമായിരുന്നു. കുനാൽ അമ്മയുടെ പാദങ്ങൾ കഴുകി അനുഗ്രഹം വാങ്ങുമായിരുന്നു. സംഗീത തന്റെ യൂട്യൂബ് ചാനലിൽ മകനൊപ്പമുള്ള മനോഹരമായ നിമിഷങ്ങൾ എപ്പോഴും പങ്കുവച്ചിരുന്നു. പുറമെ എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു കുനാലിൻ്റെത്. അവൻ നന്നായി പഠിക്കുമായിരുന്നു. നീറ്റ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു. എന്നാൽ അമ്മയും അച്ഛനും തമ്മിൽ അകലുന്നത് ദിവസവും കണ്ടു നിൽക്കുക അവൻ അത്ര എളുപ്പമായിരുന്നില്ല. ആ മാനസിക സമ്മർദ്ദവും ഭാരവും അവനിൽ പതുക്കെ വേരുമുളയ്ക്കാൻ തുടങ്ങി. പണ്ടത്തെ പോലെ സന്തോഷമുള്ള ഒരു കുടുംബമായി തങ്ങൾ എന്തുകൊണ്ട് മാറുന്നില്ല എന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഏറ്റവും സങ്കടകരമായ കാര്യം, പുറം ലോകം അപ്പോഴും ആ കുടുംബത്തെ വളരെ സന്തോഷമുള്ള ഒന്നായാണ് കണ്ടിരുന്നത്. എന്നാൽ ആ വീടിനുള്ളിൽ നിശബ്ദത വർദ്ധിച്ചു വരികയാണെന്നും സംസാരം കുറഞ്ഞ് തർക്കങ്ങൾ മുറുകുകയാണെന്നും ആരും അറിഞ്ഞില്ല. തുടക്കത്തിൽ അതൊരു ചെറിയ അകൽച്ച മാത്രമായിരുന്നെങ്കിലും വൈകാതെ തിരികെ വരാൻ കഴിയാത്ത വിധം ആ ദൂരം അങ്ങ് വർദ്ധിച്ചു. എന്നാൽ ഏകദേശം 3-4 മാസങ്ങൾക്ക് മുൻപ് നടന്ന മറ്റൊരു മരണം മുരളീധരനെ വർഷങ്ങൾക്ക് ശേഷം
തന്റെ പഴയ കുടുംബത്തിലേക്ക് വീണ്ടും എത്തിച്ചു. മുംബൈയിൽ താമസിച്ചിരുന്ന മുരളീധരന്റെ സഹോദരി ശോഭയുടെ മകൻ ഒരു ബഹുനില കെട്ടിടത്തിൽ നിന്നും വീണ് മരിച്ചു. ആ ദുരന്തമാണ് കുടുംബത്തിൽ ബാക്കിയുണ്ടായിരുന്ന സന്തോഷവും എന്നേക്കുമായി ഇല്ലാതാക്കിയത്. മരുമകന് അവസാനമായി യാത്രയയപ്പ് നൽകാൻ മുരളീധർ വർഷങ്ങൾക്ക് ശേഷം തന്റെ സ്വന്തം ഗ്രാമമായ ജൽനയിലെത്തി. ഒരു ബന്ധുവിന് ആദരാഞ്ജലി അർപ്പിക്കാൻ നടത്തിയ ആ യാത്ര സ്വന്തം കുടുംബത്തിന്റെ ഭാവി തന്നെ മാറ്റുമെന്ന കാര്യം ഒരുപക്ഷെ അദ്ദേഹം കരുതിയിരുന്നില്ല. ഗ്രാമത്തിലെത്തിയതോടെ പ്രണയവിവാഹത്തിന് ശേഷം പൂർണ്ണമായും മുറുകിപ്പോരുന്ന സ്വന്തം മാതാപിതാക്കളുമായും സഹോദരിമാരുമായുള്ള മുരളീധരന്റെ ബന്ധം വീണ്ടും തളിരിട്ടു. പ്രണയവിവാഹം കഴിഞ്ഞ് 17 വർഷത്തിന് ശേഷമാണ് മുരളീധർ സഹോദരിമാരോട് സംസാരിക്കുന്നത്. പഴയ പിണക്കങ്ങളെല്ലാം അവർ മറക്കാൻ തുടങ്ങി. ചിന്നിച്ചിതറിപ്പോയ ആ കുടുംബം വീണ്ടും ഒന്നാക്കുകയാണെന്ന് തോന്നിച്ചുവെങ്കിലും ആ ഒത്തുചേരലിന് വലിയൊരു വില കൊടുക്കേണ്ടി വന്നത് മറ്റൊരാളായിരുന്നു. ഇവിടെ നിന്നാണ് ആ കുടുംബത്തിന്റെ സമാധാനം തകർത്ത ഇരുണ്ട ഏടുകൾ തുടങ്ങുന്നത്. മുരളീധർ ഗ്രാമത്തിലെത്തിയതോടെ അദ്ദേഹത്തിന്റെ സഹോദരിമാർ, പ്രത്യേകിച്ച് ശോഭ, സംഗീതയ്ക്കെതിരെ മുരളീധരനെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ തുടങ്ങിയെന്ന് സംഗീതയുടെ പിതാവ്, അതായത് കുനാലിന്റെ മുത്തശ്ശൻ, പിന്നീട് പോലീസിനോടും മാധ്യമങ്ങളോടും തുറന്നു പറഞ്ഞു. സ്വന്തം ഭാര്യയെയും മകനെയും ഉപേക്ഷിച്ച് വേറെ താമസിക്കാൻ അവർ മുരളീധരനെ നിർബന്ധിച്ചുവെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇതിന് തെളിവായി ചില ഓഡിയോ റെക്കോർഡിംഗും അദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരുന്നു. ചെറുക്കനെ അവർ തെറ്റിച്ചു, ഭാര്യയെയും മകനെയും ഉപേക്ഷിച്ച് പോരാൻ അവർ നിർബന്ധിക്കുന്നതിന്റെ റെക്കോർഡിംഗ് എന്റെ കയ്യിലുണ്ട്, വേണമെങ്കിൽ ഞാൻ അത് തരാം, ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനു പുറമെ സ്വത്തിനെ ചൊല്ലിയും അവകാശങ്ങളെ ചൊല്ലിയുമുള്ള തർക്കങ്ങളും രൂക്ഷമായി. സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി തങ്ങളെയും മകനെയും അവകാശങ്ങളിൽ നിന്ന് ഒഴിവാക്കിയെന്ന് കരഞ്ഞുകൊണ്ട് സംഗീതയും ഒരു പഴയ വീഡിയോയിൽ ആരോപിച്ചിരുന്നു. ഒടുവിലെ കുടുംബ വഴക്കിന്റെ ഫലമായി കഴിഞ്ഞ 3 മാസമായി മുരളീധർ ഭാര്യ സംഗീതയിൽ നിന്നും മകൻ കുനാലിൽ നിന്നും അകന്ന് ഛത്രപതി സംഭാജ് നഗറിൽ തന്നെ വേറൊരു സ്ഥലത്തായിരുന്നു താമസം. ഒന്നിച്ചു ജീവിക്കാൻ വേണ്ടി ഒരിക്കൽ ലോകത്തോട് മുഴുവൻ പോരാടിയ ഒരു കുടുംബമാണ് അതേ നഗരത്തിൽ രണ്ടായി പിരിഞ്ഞുപോയത്. സംഗീത മകൻ കുനാലിനെയും കൂട്ടി മുകുന്ദ്വാഡിയിലെ സ്വന്തം വീട്ടിലേക്ക് മാറാൻ നിർബന്ധിതരായി. ഈ കുടുംബ പ്രശ്നം ഏറ്റവും കൂടുതൽ ബാധിച്ചത് കുനാലിനെയായിരുന്നു. ദിവസവും നെഞ്ചുരുകിയാണ് അവൻ കഴിഞ്ഞിരുന്നത്. അവൻ ഇടയ്ക്കിടെ അച്ഛനെ ഫോൺ വിളിച്ചു കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് തിരികെ വരാൻ അപേക്ഷിക്കുമായിരുന്നു. അച്ഛാ, തിരികെ വരൂ, ഞങ്ങളെ ഇങ്ങനെ തനിച്ചാക്കി എങ്ങനെ പോകാൻ കഴിയുന്നു, ദയവ് ചെയ്ത് ഞങ്ങളുടെ അടുത്തേക്ക് വരൂ, ഇങ്ങനെ അവൻ കെഞ്ചി പറഞ്ഞു. അച്ഛനും അമ്മയും പഴയതുപോലെ ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനായിരുന്നു അവൻ ആഗ്രഹിച്ചത്. എന്നാൽ ഓരോ ദിവസവും മുരളീധർ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് അവന്റെ വാക്കുകൾ ഒഴിവാക്കിക്കൊണ്ടേയിരുന്നു. ഇത് 18-കാരനായ ആ മിടുക്കന്റെ പ്രതീക്ഷകളെ പൂർണ്ണമായും തകർത്തു. അവൻ കടുത്ത വിഷാദ രോഗത്തിലേക്ക് വീണുപോയതും ഈ മാനസിക വിഷമങ്ങൾ കാരണമായിരുന്നു. എന്നാൽ 2026 ഓഗസ്റ്റ് 21 രാവിലെ ഈ കേസിന്റെ ഒരു വീഡിയോ ഇന്റർനെറ്റിൽ കാട്ടുതീ പോലെ പടർന്നു. ഒപ്പം ഒരു കഥയും പ്രചരിച്ചു. വെറും ഒരു ഐഫോണിന് വേണ്ടി കുനാൽ സ്വന്തം കുടുംബത്തെ തകർത്തു എന്നായിരുന്നു അത്. അടുത്ത ദിവസം മറ്റൊരു വാർത്ത കൂടി വന്നു. അവന്റെ കയ്യിൽ ഇതിനകം തന്നെ ഒരു ഐഫോൺ ഉണ്ടായിരുന്നുവെന്നും അതിന്റെ EMI അടയ്ക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും പ്രചരിച്ചു. നോക്കി നിൽക്കെ ന്യൂസ് ചാനലുകളിലും സോഷ്യൽ മീഡിയ കമന്റുകളിലും ഇൻഡിവിജ്വൽ ക്രിയേറ്റർമാരുടെ വീഡിയോകളിലും എല്ലാം ഈ കഥ നിറഞ്ഞു. കാര്യമറിയാതെ ആളുകൾ കുനാലിനെ പ്രതിക്കൂട്ടിൽ നിർത്തി. എന്നാൽ ഈ കഥ എങ്ങനെ രൂപപ്പെട്ടു? സത്യം പറയുകയാണെങ്കിൽ അത് കൃത്യമായി പറയുക പ്രയാസമാണ്. ഇന്റർനെറ്റിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്ക് പിന്നിലെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് ആരും അന്വേഷിക്കാറില്ല. മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു നീറ്റ് വിദ്യാർത്ഥിനിയുടെ കേസിനെ 6 വർഷം പഴക്കമുള്ള മറ്റൊരു വീഡിയോയുമായി കൂട്ടിച്ചേർത്ത് തെറ്റായി ചിത്രീകരിക്കുകയാണ് ഇവിടെ ഉണ്ടായത്. ഈ കേസിന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. വ്യക്തിപരമായി ഏതൊരു കേസിനെ കുറിച്ചും വീഡിയോ ചെയ്യുമ്പോൾ പരമാവധി വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനാണ് ശ്രമിക്കാറുള്ളത്. ഞാനും ഒരു മനുഷ്യനായതുകൊണ്ട് തെറ്റുകൾ പറ്റാം, തീർച്ചയായും. എങ്കിലും ഞാൻ കൃത്യമായ തെളിവുകളുടെയും അന്വേഷണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് സത്യം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഈ ഒരു കേസിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ വ്യാജ വാർത്ത പിറവിയെടുത്തത്. കേവലം കുനാലിന് മാത്രമല്ല, അവന്റെ അമ്മ സംഗീതയുടെ കയ്യിലും നേരത്തെ തന്നെ ഒരു ഐഫോൺ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. സംഗീതയുടെ സ്വന്തം സഹോദരി പല്ലവിയും ഇത് വെറും ഒരു വ്യാജ കഥയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കുനാൽ ഒട്ടും ശാഠ്യമുള്ള കുട്ടിയായിരുന്നില്ല. 10ാം ക്ലാസ് പരീക്ഷയിൽ 82% മാർക്ക് വാങ്ങിയ ഡോക്ടറാകാൻ വേണ്ടി അഹോരാത്രം നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു മിടുക്കനായിരുന്നു അവൻ. സത്യത്തിൽ ഈ സംഭവത്തിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടം ആരംഭിക്കുന്നത് 2026 ഓഗസ്റ്റ് മാസം 20-ാം തീയതി രാത്രിയാണ്. അന്ന് രാത്രി മുരളീധർ ചില ബാങ്ക് രേഖകളും പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സംസാരിക്കാൻ പതിവ് പോലെ വീട്ടിലെത്തി. എന്നാൽ ആ വിഷയത്തിൽ സംഗീതയുമായി തർക്കമുണ്ടായി. സംസാരം ഉറക്കയായി. ആ വഴക്കിൽ പഴയ സ്വത്ത് തർക്കങ്ങൾ വരെ ഉയർന്നു വന്നു. മാസങ്ങളായി മനസ്സിൽ അടക്കി വെച്ച സങ്കടങ്ങളും സ്വത്തിനെ ചൊല്ലിയുള്ള മാനസിക സംഘർഷവും അകൽച്ചയുടെ കയ്പുമെല്ലാം അന്ന് കുനാലിന്റെ മുന്നിൽ
വെച്ചാണ് പൊട്ടിത്തെറിച്ചത്. രാത്രി ഏതൊക്കെയോ രീതിയിൽ കടന്നുപോയെങ്കിലും രാവിലെയും ആ വീട്ടിൽ കടുത്ത മാനസിക സമ്മർദ്ദം നിലനിന്നിരുന്നു. 2026 ഓഗസ്റ്റ് മാസം 21 രാവിലെ 8 മണിയോടെ കുനാൽ പതിവ് പോലെ തന്റെ നീറ്റ് കോച്ചിങ്ങിനായി വീട്ടിൽ നിന്നും ഇറങ്ങി. ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞ് അവൻ തിരിച്ചെത്തുമെന്നാണ് അമ്മ സംഗീത കരുതിയത്. എന്നാൽ ഒരു 9:15 കുനാലിന്റെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സംഗീതയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. കുനാൽ ഇന്ന് ക്ലാസ്സിൽ എത്തിയിട്ടില്ല. ഇത് കേട്ട് ആകെ പരിഭ്രാന്തയായ സംഗീത ഉടൻ തന്നെ കുനാലിനെ ഫോണിൽ വിളിച്ചെങ്കിലും അവൻ ഫോൺ എടുത്തില്ല. തുടർന്ന് 10 മണി കഴിഞ്ഞ് 15 മിനിറ്റോടെ കുനാലിന്റെ ഒരു കൂട്ടുകാരന്റെ മെസ്സേജ് സംഗീതയ്ക്ക് ലഭിച്ചു. താൻ ഖബാഡിയ ഡുംഗർ മലനിരകളിലേക്കാണ് പോകുന്നതെന്നും വിഷമം താങ്ങാനാകാതെ സ്വന്തം ജീവനൊടുക്കാൻ പോവുകയാണെന്നും കുനാൽ അവന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതറിഞ്ഞതോടെ സംഗീത തകർന്നുപോയി. അവരുടൻ തന്നെ മുരളീധരനെ വിളിച്ചു വരുത്തി. രണ്ടാളും ആ മലനിരകളിലേക്ക് പാഞ്ഞെത്തി. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. ഏകദേശം 300-400 അടി വരെ താഴ്ചയുള്ള കൊടും ചരിവിന്റെ അറ്റത്തായിരുന്നു കുനാൽ നിന്നിരുന്നത്. ആ നിൽപ്പ് കണ്ട് സംശയം തോന്നിയ നാട്ടുകാർ 10:30 പോലീസിനെയും ഫയർഫോഴ്സിനെയും ഗ്രാമ സർപഞ്ച് സഞ്ജയ് യാദവിനെ വിവരം അറിയിച്ചു. താഴെ സുരക്ഷാ വലകളൊക്കെ സജ്ജമാക്കിയെങ്കിലും കുനാൽ മലമുകളിൽ സ്ഥാനം മാറിക്കൊണ്ടിരുന്നതിനാൽ വല കൃത്യമായി സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. മലമുകളിൽ അമ്മ സംഗീത കരഞ്ഞുകൊണ്ട് സ്വന്തം മകന് മുന്നിൽ കൈകൂപ്പി യാചിച്ചു. നിന്റെ പ്രശ്നം എന്തായാലും നമുക്ക് സംസാരിച്ചു തീർക്കാം, നീ തിരികെ വാ എന്ന് പറഞ്ഞ് അവർ നിലത്ത് വീണ് യാചിച്ചു. അച്ഛൻ മുരളീധരം കുറച്ചകലെ മാറി നിന്ന് മകനെ താഴേക്ക് വരാൻ കെഞ്ചി പറയുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ സർപഞ്ച് സഞ്ജയ് യാദവ് അവനോട് പറഞ്ഞു, നിന്റെ കയ്യിൽ ഐഫോൺ ഉണ്ട്, ഞാനൊരു സർപഞ്ചായിട്ട് പോലും കീപാഡ് ഫോണാണ് ഉപയോഗിക്കുന്നത്. ജീവിതത്തെ പോസിറ്റീവായി കാണാൻ അവനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അത് പറഞ്ഞതെങ്കിലും പിന്നീട് ആളുകൾ അത് വളച്ചൊടിച്ച് ഐഫോണിന് വേണ്ടിയാണ് അവനിത് ചെയ്തത് എന്ന വ്യാജ പ്രചാരണം അഴിച്ചുവിടുകയായിരുന്നു. ഏകദേശം 2.5 മണിക്കൂറോളം ആ ബോധ്യപ്പെടുത്തലുകൾ തുടർന്നു. ഉച്ചയ്ക്ക് 1 മണിയോടെ കുനാൽ അല്പം ശാന്തനായതുപോലെ തോന്നി. അവന്റെ ശ്രദ്ധ ചെറുതായി മാറിയ ആ നിമിഷം മുരളീധർ പെട്ടെന്ന് അവനെ പിന്നിൽ നിന്നും പിടിച്ചെടുത്ത് പുറകോട്ട് വലിക്കാൻ ശ്രമിച്ചു. എന്നാൽ കുന്നിന്റെ വക്കിലായിരുന്നു അവർ നിന്നിരുന്നത്. പിടുത്തം കിട്ടിയ ആ നിമിഷം രണ്ടുപേരുടെയും ബാലൻസ് തെറ്റി കുനാൽ താഴ്ചയിലേക്ക് പതിച്ചു. അവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മുരളീധരം താഴ്ചയിലേക്ക് വഴുതി വീണു. വെറും 5 അടി അകലെ നിന്ന് ഇത് കണ്ടു നിന്ന സംഗീതയ്ക്ക് ലോകം തന്നെ അവസാനിച്ചതുപോലെ തോന്നി. ഭർത്താവും ഏക മകനും കൊക്കയിലേക്ക് വീഴുന്നത് കണ്ടു ഒരു നിമിഷം പോലും ആലോചിക്കാതെ വെറും 5 സെക്കൻഡിനുള്ളിൽ അവരും ആ കൊക്കയിലേക്ക് എടുത്തു ചാടി. സ്വന്തം മാതാപിതാക്കൾ ഒന്നിച്ച് ജീവിക്കുന്നത് കാണുക എന്നതായിരുന്നു കുനാലിന്റെ അവസാനത്തെ ആഗ്രഹം. എന്നാൽ ജീവിച്ചിരുന്നപ്പോൾ ആഗ്രഹം നടന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ വേർപാടിന് ശേഷവും അത് അനാഥമായി തന്നെ അവശേഷിച്ചു. മുരളീധരന്റെ സംസ്കാരം അദ്ദേഹത്തിന്റെ സ്വന്തം ഗ്രാമത്തിലും സംഗീതയുടെയും കുനാലിന്റെയും സംസ്കാരം ഛത്രപതി സംഭാഷ് നഗറിലുമാണ് നടന്നത്. ജീവിച്ചിരുന്നപ്പോൾ ചിന്നിച്ചിതറിപ്പോയ ഒരു കുടുംബത്തിന് അവസാന യാത്രയിലും ഒന്നാകാൻ കഴിഞ്ഞില്ല. പോലീസ് അന്വേഷണത്തിലും മാധ്യമ റിപ്പോർട്ടുകളിലും അവരുടെ കുടുംബം നൽകിയ മൊഴികളിലും തെളിയുന്ന സത്യം ഇതാണ്. ഈ സത്യം മറ്റുള്ളവരിലേക്ക് എത്തണമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ദയവായി ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. വ്യാജ പ്രചാരണങ്ങളിൽ നിന്നും മാറി യഥാർത്ഥ വസ്തുത എന്താണെന്ന് ആളുകൾ അറിയട്ടെ. ആ കുട്ടിക്കെതിരെ ഉണ്ടായ തെറ്റായ ധാരണകൾ മാറ്റി കാര്യങ്ങൾ പോസിറ്റീവായി എത്തിക്കുക. ഇതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ഈ സംഭവത്തിന്റെ ഏറ്റവും വലിയ പാഠം നമ്മൾ പുറമേ കാണുന്ന ചിത്രങ്ങൾ മാത്രമായിരിക്കില്ല ഒരു കുടുംബത്തിന്റെ യഥാർത്ഥ അവസ്ഥ എന്നതാണ്. സോഷ്യൽ മീഡിയയും ചുറ്റുമുള്ള സമൂഹവും കാര്യമറിയാതെ ഒരാളെ പെട്ടെന്ന് വിചാരണ ചെയ്ത് വില്ലനാക്കുമ്പോൾ അതിന് പിന്നിലെ വൈകാരികമായ വശങ്ങളും മാനസിക ആഘാതങ്ങളും പൂർണ്ണമായും തള്ളിക്കളയപ്പെടുകയാണ്. കേട്ടുകേൾവികൾ വെച്ച് ഒരാളുടെ ജീവിതത്തെയും സ്വഭാവത്തെയും അളക്കുന്ന രീതി എത്രത്തോളം അപകടകരമാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മാതാപിതാക്കൾ തമ്മിലുള്ള അകൽച്ചയും കുടുംബ വഴക്കുകളും ഏറ്റവും കൂടുതൽ തകർക്കുന്നത് മക്കളുടെ ജീവിതമായിരിക്കും. പുറമെ എപ്പോഴും സന്തോഷത്തോടിരിക്കുകയും പഠനത്തിൽ മികവ് പുലർത്തുകയും ചെയ്യുന്ന കുട്ടികൾ പോലും ഉള്ളിൽ കടുത്ത വിഷാദവും മാനസിക സമ്മർദ്ദവും പേറുന്നുണ്ടാകും. പലപ്പോഴും അവരുടെ നിശബ്ദതയും വിഷമങ്ങളും തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നു. കുടുംബ പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ പുറത്തു നിന്നുള്ള കുത്തിത്തിരിപ്പുകൾക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ഇടം നൽകാതെ തുറന്ന സംസാരത്തിലൂടെയോ കൗൺസിലിങ്ങിലൂടെയോ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ അത് തിരികെ പിടിക്കാനാകാത്ത വലിയ ദുരന്തങ്ങളിലേക്കായിരിക്കും ചെന്നെത്തുന്നത്. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റിൽ പറയുക. ബെസ്റ്റ് കമന്റ് അടുത്ത വീഡിയോയിൽ വരും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.